ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ രണ്ട് ക്യൂട്ട് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്, അതും ഈ ഐസ്ക്രീം ബോൾ വെച്ചിട്ട്. സോറി, ബോളല്ല, ഒരു ഐസ്ക്രീം ബോട്ടിൽ എന്ന് പറയാം അല്ലേ. സംഭവം പ്ലാസ്റ്റിക് ആണ്, അതും അത്ര നൈസായിട്ടൊന്നുമല്ല, അത്യാവശ്യം നല്ല കട്ടിങ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കുറേ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച വർക്കാണ് മനസ്സിലേക്ക് വന്നത്. അതുമാത്രമല്ല, എൻ്റെ കസിൻ സിസ്റ്റർ റിയ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറോമിൻ്റെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ വേറെ 2-3 ചാനലിൽ കുറോമിൻ്റെ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ അതന്നെ നമ്മൾ ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ഹലോ കിറ്റിൻ്റെ ഡസ്റ്റ്ബിനൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നമുക്ക് റിയക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഈ കുപ്പിയുടെ ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വയലറ്റും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെ ഒരു കളർ, അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വെയിലൊന്നും ആവാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത് ഉള്ളിൽ നിന്ന് കൊടുക്കുകയാണെന്ന് തോന്നിയിട്ട് ഇപ്പോൾ ഞാൻ ഉള്ളിലാണ് പെയിൻറ്റ് എടുത്തത്, പുറത്തല്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേപ്പർ സ്ട്രോ ആണ്. പേപ്പർ സ്ട്രോ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പേപ്പർ ചുരുട്ടിക്കാണ് നമുക്ക് കിട്ടുമല്ലോ, അങ്ങനെ സ്ട്രോ ഉണ്ടാക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഈ പേപ്പർ സ്ട്രോൻ്റെ മുകളിലും താഴത്തോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 സർക്കിൾസ് വേണം. അതൊന്നെങ്കിൽ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ പേപ്പർ സ്ട്രോ ഇതിൻ്റെ വിടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ശരിക്കും ഈ പേപ്പർ റോളൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ അതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ പേപ്പർ സ്ട്രോ മാത്രം എടുക്കുന്നതുകൊണ്ട് ഞാനത് ഉള്ളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സാധനം അങ്ങോട്ടും ഇതുപോലെ കറങ്ങത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്യാത്തത്. പിന്നെ സർക്കിൾ കട്ട് ചെയ്യുമ്പം അടപ്പിൻ്റെ മീൻസ് അതിൻ്റെ മുകൾ ഭാഗത്തെ അതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. ഡസ്റ്റ്ബിൻ ആണെങ്കിലും ഡെസ്കിലൊക്കെ വെക്കാനുള്ളത് കൊണ്ട് കുറച്ച് ക്യൂട്ട് ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഹെലോ കിറ്റിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ സെല്ലോ ടാപ്പ് വെച്ച് കവർ ചെയ്യലില്ല, പക്ഷേ ഇത് കുപ്പിയുടെ പുറത്ത് ഒട്ടിക്കുന്നതായതുകൊണ്ട് ഞാൻ സെല്ലോ ടാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 4 സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റാണ്. ഇനി വേസ്റ്റും പേപ്പറൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സ്റ്റിക്ക് ചെയ്ത് മീൻസ് മേലത്തെ ഈ സ്ട്രോ സ്റ്റിക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടെ എന്തെങ്കിലും വടി എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചിട്ട് ആ വടി അതിമേ സ്റ്റിക്ക് ചെയ്താൽ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ പേപ്പർ സ്ട്രോ മാത്രമാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനത് മുകളിൽ സ്റ്റിക്ക് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടും കൂടെ ഒരു ക്യൂട്ട് ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫാബ്രിക് കളർ എടുത്തിട്ടുണ്ട്. ഒരു ബ്രൗണും വൈറ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ കളർ ചെയ്യാം. ഞാനിവിടെ ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കൊടുക്കുന്നത്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തല്ല, ഞാൻ ബാക്ക് സൈഡിലാണ് പെയിൻറ്റ് ചെയ്തത്. ബാക്കിൽ പെയിൻറ്റ് ചെയ്യാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മറ്റേത് ഫ്രണ്ടിലടിച്ച് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ കയ്യിലും ആകെ കൂടെ ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിൽ ചെയ്തെടുത്തത്. അപ്പം ആദ്യം ബ്രഷ് കൊണ്ട് വെച്ച് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി സ്പോഞ്ച് വെച്ചൊന്നും കൂടി വൃത്തി ഉണ്ടാകുന്ന വെച്ചിട്ട് സ്പോഞ്ച് കൊണ്ടും കൂടി ടച്ചപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. സിമ്പിളാണ്. ഈ പെയിൻറ്റിങ് മാത്രമേ കുറച്ചൊരു പണിയുള്ളൂ, അതും വലിയ പണിയൊന്നും അല്ലല്ലോ. പിന്നെ ക്യൂട്ട്നെസ് ആണല്ലോ പിള്ളേച്ച നമ്മുടെ മെയിൻ. അപ്പോൾ നമ്മളൊരു സ്റ്റിക്കറും കൂടെ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ഞാൻ സെല്ലോ ടാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാൾ ഡെക്കറായിട്ട് ഇത് ഒട്ടിച്ചു വെക്കാം കേട്ടോ, വേണമെങ്കിൽ വാളിൽ. പക്ഷെ ഞാൻ അതിനല്ല ചെയ്തത്. നമ്മളെ അടുത്ത് എപ്പോഴും മിസ്സായി പോകുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ടാവും. സ്ലൈഡ്, പിന്നെ ഈ നമ്മൾ ഷോളിന് കുത്തുന്ന പിൻസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ നമുക്ക് കാണുന്ന സ്ഥലത്ത് തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വാൾ ഡെക്കറായിട്ട് അല്ലെങ്കിൽ വെറുതെ ഡെസ്കിൻ്റെ അവിടെ വെച്ചാലും ക്യൂട്ട് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതുവരെ ചെയ്ത വർക്കിൽ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് ഫേവറേറ്റ് ആയിട്ടും തോന്നിയ 2 വർക്ക്സാണ് ഇന്ന് ചെയ്ത 2 വർക്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.